ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ടയേർഡാണ്. പീരീഡ്സ് ആയിട്ട് ഭയങ്കര പെയിനായിട്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആ പെയിൻ ഒന്ന് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവാം. കമോൺ. അപ്പോൾ അതിന് പ്രധാനമായിട്ടും വേണ്ട 2 ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും. അപ്പോൾ ഞാൻ രണ്ടും ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. അത് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിളക്കുന്നവരെ കാത്തുക്കുക. അപ്പോൾ അതിൻ്റെ കളറ് ചെറുങ്ങനെ ഒന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. അത് പെട്ടെന്ന് തണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പരന്ന പാത്രത്തിലേക്ക് വേഗം മാറ്റിയത് കേട്ടോ. പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. അതിന് ശേഷം അത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ചൂടോടെ ഒഴിക്കാൻ പാടില്ല. നമുക്ക് കുടിക്കാൻ പറ്റുന്ന പാകത്തിനാക്കിയതിന് ശേഷം അത് ഗ്ലാസ്സിലേക്ക് മാറ്റുക. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ കളർ ചേഞ്ച്, നല്ലോണം കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചെറിയ ചൂടുണ്ട്. ഒരു ചെറിയ ചൂട് കുടിച്ചാലേ നമുക്ക് നമ്മളെ വയറ്റിന് കുറച്ചും കൂടെ റിലീഫ് കിട്ടുള്ളൂ. കുടിക്കാം. ഉലുവയിൽ ധാരാളം നാരുകളും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ആർത്തവ സമയത്തുള്ള പെയിൻ കുറക്കാൻ ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് പറയുന്നത്. അതുപോലെ ഉലുവയിൽ ഉള്ളൊരു കോമ്പൗണ്ടാണ് ഡയോസ്ജനിൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സംയുക്തമാണ്. അതുപോലെ തന്നെ ഈ ഉലുവ നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആ വെള്ളം മാത്രം എടുത്ത് കുടിച്ചാൽ നമുക്ക് ഈ പീരീഡ്സിൻ്റെ പെയിൻ കുറക്കാൻ ഏറ്റവും സഹായകമായ ഒന്നാണ്. പിന്നെ ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലുകളെ അയവുള്ളതാക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് നമ്മളെ ആ ഒരു വേദന നന്നായി കുറക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകവും. അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് നമ്മളെ ഏറ്റവും നമ്മുടെ പെട്ടെന്നുള്ള നമുക്കൊരു ആശ്വാസത്തിന് ഗുണകരമാണ്. ഇത് കൂടാതെ നമുക്ക് ഈ പീരീഡ്സിൻ്റെ വേദന കുറക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇഞ്ചി ഏറ്റവും നല്ലൊരു സാധനമാണ്. പിന്നെ ഇഞ്ചിൻ്റെ ചായ കുടിക്കുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന വേദനയും ഈ ഒരു സമയത്ത് വരുന്ന റോക്കാനും എല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് നന്നായി സഹായിക്കുന്ന ഒരു സാധനമാണ് ഇഞ്ചി. പിന്നെ വാഴപ്പഴം കഴിക്കുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. വാഴപ്പഴത്തിൽ വൈറ്റമിൻ B6ഉം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മളെ വേദന കുറക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് വാഴപ്പഴം. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പേശികളെ അയവുള്ളതാക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ല തന്നെയാണ്. ഇത് കൂടാണ്ട് നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബദാം, കശുവണ്ടി, വാൾനട്ട് തുടങ്ങിയ നട്ട്സെല്ലാം കഴിക്കുന്നത് വളരെ നല്ലത്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ്, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മളെ വേദന കുറക്കാൻ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വേണ്ടി നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മുടെ തലവേദനയും വയറുവേദനയെല്ലാം കുറക്കാൻ സഹായിക്കും. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് ഇത്രയെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതെല്ലാം ഞാൻ എല്ലാം ഒന്നും ചെയ്തു നോക്കാൻ എനിക്ക് പറ്റാറില്ല, പക്ഷേ ചിലതെല്ലാം ഞാനും എൻ്റെ പീരീഡ് സമയത്ത് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.